ഭർത്താവെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. ആ സ്നേഹം കൂടിയപ്പോൾ അവൾ ഒരു തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റിന് പോലീസ് പിടിച്ചത് ഒന്നും അറിയാത്ത പാവം ഭർത്താവിനെ. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റുണ്ട്. അത് കേട്ട് പോലീസുകാർ ഒന്നടങ്കം ചിരിച്ച് ഊപ്പാടിളകി. അതെന്തെന്നല്ലേ, നമുക്ക് ആ സംഭവത്തിലോട്ട് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. അയ്യപ്പൻ പിള്ള മകളുടെ കല്യാണവും വിളിച്ച് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് വിളിക്കാൻ പോകുന്നത് മോഹൻ സാറിൻ്റെ വീട്ടിലാണ്. മോഹൻ സാറിൻ്റെ വീടിൻ്റെ ഗേറ്റ് എത്തിയതും അയ്യപ്പൻ പിള്ള വാച്ച് ഒന്ന് നോക്കി. 11 മണിയായി. ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ആ നാട്ടിലെ പ്രമാണിയാണ് മോഹൻകുമാർ. ഗേറ്റ് തുറന്ന് കയറിയ അയ്യപ്പൻ പിള്ള വാതിലിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ അടച്ചിട്ടിരിക്കുന്നു. അയാൾ കോളിംഗ് ബെല്ലടിച്ചു. തുറക്കുന്നില്ല. ഒന്നുകൂടി അമർത്തി. ഇല്ല, ആരുമില്ല. ഇനിയിപ്പോൾ ഉറക്കമാണോ? അയാൾ ചിന്തിച്ചു. 11 മണിയായി, പിന്നെന്തുറക്കം? ഒന്നുകൂടി അമർത്തി ബെല്ലടിച്ചു. രക്ഷയില്ല. പുറത്തു പോയെങ്കിൽ ഗേറ്റ് പൂട്ടുമല്ലോ. ഇതിപ്പോൾ എവിടെ പോയി? അയ്യപ്പൻ പിള്ള വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒന്ന് കറങ്ങി നടന്നു. വീണ്ടും കറങ്ങി മുൻവശത്തെത്തി. അയാൾ പോകാമെന്ന് കരുതി തിരിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ജനലിൻ്റെ പാളി കുറച്ച് തുറന്നു കിടക്കുന്നു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. അകത്ത് രക്തത്തിൽ കുളിച്ച് ഒരാൾ തറയിൽ കിടക്കുന്നു. തറയിൽ കിടക്കുന്ന ആ ആള് അയ്യപ്പൻ പിള്ളയെ കൈ കാണിച്ച് വിളിക്കുന്നു. അയാൾ ഒന്ന് ഞെട്ടി പിറകോട്ട് മാറി. ഉടൻ തന്നെ നിലവിളിച്ച് അയൽപക്കത്തുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി. എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറുകയാണ്. അപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ മനുഷ്യനെ എല്ലാവരും കാണുന്നത്. അത് മോഹൻകുമാർ ആയിരുന്നു. തല തല്ലി തകർത്ത നിലയിലായിരുന്നു. കുറച്ചു പേര് തങ്ങളി ചോദിച്ചു, ശൈലജ എവിടെ? മോഹൻകുമാർ കൈപൊക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും അയാളുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ശൈലജയെ നാട്ടുകാർ തിരിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബെഡ്റൂമിൽ ദാ കിടക്കുന്നു ശൈലജ. അവരുടെ തലയും ആരോ ഇതേപോലെ അടിച്ചു തകർത്ത നിലയിലായിരുന്നു. രണ്ടുപേരും രക്തത്തിൽ കുളിച്ച നിലയിലാണ്. കിളിമാനൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പോലീസ് ഉടനെ തന്നെ അവിടെ വന്നു. ഡിവൈഎസ്പി പ്രതാപൻ നായരുടെ പോലീസ് സംഘമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഇവരുടെ കുടുംബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻകുമാർ വീടിനോട് ചേർന്ന് ഒരു ധനകാര്യ സ്ഥാപനം നടത്തുന്നുണ്ട്, MS ഫിനാൻസ്. ഭാര്യ ശൈലജയാണെങ്കിൽ 1 വർഷം മുമ്പാണ് തഹസിൽദാർ ജോലിയിൽ നിന്നും റിട്ടയർഡ് ആയത്. ഇവർക്കാണെങ്കിൽ മക്കളൊന്നുമില്ല. വലിയൊരു വീടും ചുറ്റും വിശാലമായ പറമ്പും ഒക്കെയുണ്ട്. ഇവർക്ക് കൂട്ടിന് 2 പട്ടികളുമുണ്ട്. രാത്രി പട്ടിയെ കൂട്ടിൽ നിന്നും തുറന്നു വിടും, രാവിലെ അതിനെ കൂട്ടിലാക്കും. പിന്നെ കുറച്ച് കൃഷിപ്പണിയും ഒക്കെയായി ഇവർ പറമ്പിൽ കാണുമെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇനി കേസിലോട്ട് വരാം. പോലീസിന് തുടക്കത്തിൽ വലിയ തുമ്പൊന്നും ഈ കേസിൽ കിട്ടുന്നില്ല. ആകെ കിട്ടിയത് ഒരു ചുറ്റികയാണ്. എന്നാൽ ആ ചുറ്റികയിൽ നിന്നും കൊലയാളിയുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. കാരണം കൊലയാളി ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു. ശൈലജയാണെങ്കിൽ മരണപ്പെടുകയും ചെയ്തു. മോഹൻകുമാർ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ICUയിലാണ്. ആകെപ്പാടെ കൊലയാളിയെ കണ്ടത് മോഹൻകുമാർ മാത്രമാണ്. പക്ഷെ അയാൾ അബോധാവസ്ഥയിലാണ്. പോലീസിന് ആ മുറിയിൽ നിന്ന് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. എന്നിട്ടും പോലീസ് ആ മുറി ആകെ പരതി. അപ്പോൾ അവിടെ കിട്ടിയത് സ്വർണം തൂക്കാൻ വച്ചിരിക്കുന്ന ത്രാസ് ഓണായിരിക്കുന്ന ഒരു തെളിവാണ്. പിന്നെ മേശവലിപ്പ് തുറന്നിട്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ തറയിൽ വീണ് കിടക്കുന്നുമുണ്ട്. ഇവരുടെ വീട് ഒരു ഒറ്റപ്പെട്ട വീടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ വരുന്നവരെയും പോകുന്നവരെയൊന്നും ആർക്കും അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഒരു ബഹളം കേട്ടാൽ പോലും ആർക്കും കേൾക്കാനും സാധിക്കില്ല. ആ നാട്ടിലെ തട്ടുകടയിൽ ചൂടേറിയ സംസാരം നടക്കുകയാണ്. തട്ടുകടക്കാരൻ തറപ്പിച്ചു പറഞ്ഞു, ഇത് റിപ്പർ തന്നെ. റിപ്പറല്ലേ ഈ ചുറ്റിയൊക്കെ കൊണ്ട് തലക്കടിച്ച് ആൾക്കാരെ കൊല്ലുന്നത്? അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, റിപ്പറൊന്നും അല്ല. റിപ്പറാണെങ്കിൽ ഇങ്ങനെ പട്ടാപ്പകലൊന്നും വന്ന് കൊല ചെയ്യൂല, രാത്രിയിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ കടക്കാരനും ചായ കുടിക്കാൻ വന്നയാളും തമ്മിൽ ഒടുക്കത്തെ തർക്കമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുകയാണ്, ഒന്നും അറിയാത്തതുപോലെ. വേഷം മാറിയിരിക്കുന്ന പോലീസുകാരനാണ്. അയാളും ചായ കുടിക്കുകയാണ്. പോലീസ് ഇപ്പം ഇങ്ങനെയാണ്, പല വേഷത്തിൽ നാട്ടുകാരിൽ ഒരാളെ പോലെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. എന്തായാലും ഇത് കൊല നടത്താൻ വേണ്ടി മാത്രം വന്നവനല്ല എന്ന് പോലീസിനറിയാം. കാരണം അവിടെ സൂക്ഷിച്ചിരുന്ന ഒരൊറ്റ പണയ വസ്തുക്കളും കാണാനില്ല. പണവും മുഴുവനും വാരിക്കൊണ്ടു പോയിരിക്കുകയാണ്. കൊലയാളി ഗ്രാമം വിട്ട്, അതായത് ആ പുല്ലേപ്ര ഗ്രാമം വിട്ട് എങ്ങും പോകാൻ സാധ്യതയില്ലെന്ന് പോലീസിനറിയാം.
ഇങ്ങനെ തന്നെ കുറച്ച് സംശയങ്ങളും ഉറപ്പിക്കലും ഒക്കെ ആയിട്ട് തന്നെ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ പോലീസിന് ഒരു സംശയം തോന്നുന്നത് റിട്ടയർഡ് തഹസിൽദാർ ശൈലജയിലേക്കായിരുന്നു. അവർ സർവീസിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വല്ല ശത്രുക്കളോ ആണോ ഇത് ചെയ്തത് എന്ന്. പക്ഷെ ആ സംശയത്തിന് അടിസ്ഥാനമില്ലായിരുന്നു. കാരണം അവരാരും മോഷണം നടത്തി കൊല ചെയ്യില്ല. ഇത് വീടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആരോ ആണ് ചെയ്തിരിക്കുന്നത്. മോഹൻകുമാറിനെ പറ്റി നാട്ടുകാർ പറഞ്ഞ കോമൺ ആയിട്ടുള്ള അയാളുടെ സ്വഭാവം, അയാൾ ആര് വീട്ടിൽ വന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും വീടിനകത്ത് കയറ്റില്ല എന്നാണ്. ആദ്യം വരുന്നവരോട് എന്തിന് വന്നു, പണയം വയ്ക്കാൻ വന്നവരാണെങ്കിൽ കയ്യിൽ സ്വർണ്ണം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അയാൾ വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അതിനും കാരണമുണ്ട്. ആ നാട്ടിലെ എല്ലാവർക്കും അറിയാം മോഹൻകുമാറിന് ഈ പണയ പരിപാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എപ്പോഴും സ്വർണവും പണവും ഒക്കെ ഉണ്ടാവുമെന്നും അറിയാം. അപ്പോൾ അതിനുള്ളൊരു മുൻകരുതലാണ് അയാൾ എടുത്തിരുന്നത്. എന്തായാലും പോലീസ് ഈ കേസ് ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തു. പണയം വയ്ക്കാൻ വരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരുന്ന ഒരു ഡയറി പോലീസിന് കിട്ടി. പക്ഷെ അത് പരിശോധിച്ച പോലീസിന് പേരുകൾ മാത്രം വെച്ച് ഒന്നും കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. പിന്നെ പോലീസ് ചെയ്തത് ആ ഡയറിയിൽ എഴുതിയിട്ടുള്ള പേരുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു. ഇതിൽ ആരൊക്കെ ഈ നാട്ടിലുള്ളവരാണ്, പുറത്തുനിന്നും ആരെങ്കിലും ഇവിടെ പണയം വയ്ക്കാൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. ശേഷം ഇതിൽ കണ്ട ആൾക്കാരോടൊക്കെ പിറ്റേ ദിവസം തന്നെ സ്റ്റേഷനിൽ വരാനും അറിയിച്ചു. പോലീസിൻ്റെ ലിസ്റ്റിലുള്ളവരെല്ലാം സ്റ്റേഷനിൽ വന്ന് അവരവരുടേതായിട്ടുള്ള ഭാഗം ക്ലിയർ ചെയ്തു പോയി. പക്ഷെ അതിൽ ഒരാൾ മാത്രം വന്നില്ല. ആ ആളെ തപ്പിപ്പോയ പോലീസ് കാണുന്നത് ഒരു മദ്യപിച്ച് കിടക്കുന്ന ഒരു മദ്യപാനിയെയാണ്. അയാളൊരു സ്ഥിരം മദ്യപാനിയാണ്. അവനോട് 2 ദിവസത്തിനകം ഹാജരാവണമെന്നും പറഞ്ഞ് പോലീസ് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആളിന് പകരം മറ്റൊരാളാണ് സ്റ്റേഷനിൽ എത്തിയത്. അത് അയാളുടെ ഭാര്യയായിരുന്നു. അവർ നേരെ വന്ന് പറഞ്ഞു, സാർ, എൻ്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ല. പോലീസ് ചോദിച്ചു, എന്താണ് അയാളുടെ പേര്? ദിലീപ്. ദിലീപിൻ്റെ ഭാര്യയെ കണ്ടതും പോലീസുകാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരുടെ മുഖത്തും ഒരു ചിരി വന്നു. നെഞ്ചിനുള്ളിൽ ഒരു ലഡു പൊട്ടിയ അവസ്ഥയായിരുന്നു പോലീസുകാർക്ക്. അതൊന്നും അധികം പുറത്ത് കാണിക്കാതെ അവർ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിന്നു. കാരണം തങ്ങൾ പ്രതിയുടെ അടുത്തെത്തി എന്ന് പോലീസുകാർക്ക് കിട്ടിയ വലിയൊരു സിഗ്നലാണ് ഈ സ്ത്രീ. ഈ ഭാര്യയുടെ വായിൽ നിന്നും മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് യാതൊരു ഡൗട്ടും കൊടുക്കാതെ പോലീസ് അവരോട് ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. പോലീസ് ചോദിച്ചു, പോകാൻ നേരത്ത് വല്ലതും പറഞ്ഞോ? ഇല്ല ചേട്ടൻ, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കുറച്ചധികം പൈസ എന്നെ ഏൽപ്പിച്ചു സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. ആഹാ, എവിടെന്ന് ആ പൈസ കിട്ടിയെന്നാണ് പറഞ്ഞത്? അത് ചേട്ടൻ്റെ ജോലി സ്ഥലത്ത് നിന്നും കിട്ടിയതാണ്. ബുദ്ധിമാനായ ദിലീപ് ഫോണും ഉപേക്ഷിച്ചാണ് കടന്നിരിക്കുന്നത്. പോലീസ് ആ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിലോട്ട് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിലോട്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ പോലീസിന് ഒരു മെയിൻ വിവരം കൂടി കിട്ടി. കോൾ എടുത്ത ആളോട് പോലീസ് ചോദിച്ചു, നിങ്ങളെ എന്തിനാണ് ദിലീപ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നത്? അത് പോലീസാണെന്ന് മനസ്സിലാക്കി അയാൾ പറഞ്ഞു, സാർ, ഒരു വലിയ ചുറ്റിക വേണമെന്ന് അവൻ പറഞ്ഞിരുന്നു. വീട്ടിലെ എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് കൊടുത്തത്. ഇപ്പോൾ എല്ലാം ക്ലിയറായി പോലീസിന്. ദിലീപിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഈ ദിലീപിന് ഒരു കാലിത്തീറ്റ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അമിത മദ്യപാനം കാരണം ആ ജോലി അയാൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അയാൾ നാട്ടിൽ നിന്ന് പലരിൽ നിന്നുമായിട്ടൊക്കെ ഇങ്ങനെ പൈസയൊക്കെ കടം വാങ്ങിച്ചായിരുന്നു മദ്യപിച്ചുകൊണ്ടിരുന്നത്. ദിലീപ് കിളിമാനൂരിൽ ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അയാൾ SBIയിൽ നിന്നും 7 ലക്ഷം രൂപ ലോണും എടുത്തു. ജോലി നഷ്ടപ്പെട്ടതോടെ വീട് പണിയും ലോണടപ്പും എല്ലാം മുടങ്ങി. ഈ ഇടയ്ക്ക് ലോണിൽ കുറച്ച് പൈസ അടച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ എവിടെ നിന്നുണ്ടായി? മാത്രവുമല്ല, ഇത്തിരി ആർഭാടത്തിലാണ് പുള്ളി ഇപ്പോൾ നടക്കുന്നതും. തെളിവുകളെല്ലാം കൃത്യമായിരുന്നു. പക്ഷെ ദിലീപിനെ കിട്ടിയിട്ടില്ല. ദിലീപാണെങ്കിൽ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നാട്ടിലെ ബാക്കി സംഭവങ്ങളൊന്നും അയാൾ അറിഞ്ഞില്ല. ഒരു ദിവസം അയാൾ കിളിമാനൂരിൽ ബസ് ഇറങ്ങി. അയാളുടെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, വീട്ടിലെ ബെഡ്റൂമിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സ്വർണവും പണവും എങ്ങനെയെങ്കിലും എടുക്കണം. അയാൾ ഒരു ഓട്ടോ വിളിച്ചു. ഇയാളെ കണ്ടത് ഓട്ടോക്കാരനെ ആളെ പിടികിട്ടി. ഓട്ടോക്കാരൻ ദിലീപ് പറഞ്ഞതുപോലെ അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നിട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി അയാളുടെ വീട്ടിലുണ്ട്, ഇപ്പോൾ വന്നാതാ പിടിക്കാം. പറയാനുണ്ടോ പിന്നെ? പോലീസ് അവിടെ പാഞ്ഞെത്തി.
പോലീസ് വന്നപ്പോൾ കാണുന്നത് തറയിൽ നിന്നും സ്വർണവും പണവും കുഴി തോണ്ടി എടുക്കുന്ന ദിലീപിനെയാണ്. അങ്ങനെ ദിലീപിനെ പിടിച്ചു. ഇനി നീ എങ്ങനെ കാര്യം നടത്തിയെന്ന് പറ ദിലീപേ, പോലീസ് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാനും മോഹൻകുമാറും വർഷങ്ങളായിട്ട് നല്ല കൂട്ടുകാരാണ്. അത്യാവശ്യം വരുമ്പോൾ ഞാൻ അവിടെ സ്വർണം പണയം വയ്ക്കുമായിരുന്നു. 5-6 വട്ടം ഞാൻ അവിടെ പണയം വച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് 1000 രൂപയുടെ ആവശ്യം വന്നു. ഞാൻ 1000 രൂപയും ചോദിച്ച് അയാളുടെ അടുത്ത് പോയി. അയാൾ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു എന്നെ അവിടുന്ന് ആട്ടി ഇറക്കി വിടുകയും ചെയ്തു. ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. മക്കളൊന്നുമില്ലാത്ത അയാൾക്ക് ഇത്രയും പണമൊക്കെ ഉണ്ടായിട്ടും 1000 രൂപ തന്നാൽ എന്ത്? അവിടുത്തെ മുഴുവൻ സമ്പാദ്യവും ഇനി എടുത്ത് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് ഞാൻ കരുതി. അങ്ങനെ മോളുടെ 2 കമ്മൽ പണയം വയ്ക്കാനെന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. കമ്മൽ ത്രാസിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളുടെ തലയ്ക്ക് ഞാൻ ചുറ്റിക വെച്ച് അടിച്ചു. 2-3 തവണ അടിച്ചു. അപ്പോൾ ശൈലജ ഈ ബഹളം കേട്ട് അങ്ങോട്ട് വന്നു. അവരെ കൊല്ലണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നെ അവർ കണ്ടത് കാരണം ഞാൻ അവരെയും തലക്കടിച്ച് വീഴ്ത്തി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി. ഇതിൽ പോലീസ് പറയുന്നത് 70,000 രൂപയും 125 പവനുമാണ് ദിലീപ് എടുത്തതെന്നാണ്. എല്ലാ കേസിലും ഒരു തെളിവ് ബാക്കി വയ്ക്കുമെന്ന് പറയും പോലെ ഈ കേസിൽ തെളിവായത് ആ ഓണായി കിടന്ന ത്രാസും പിന്നെ ദിലീപിൻ്റെ ഭാര്യയുമായിരുന്നു. ദിലീപിന് ജീവപര്യന്തം തടവും 70,000 രൂപ പിഴയും കോടതി ചുമത്തി. ദിലീപ് ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത്. ഈ സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.